Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, തമ്പനയിൽ കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതൊരു ഹാക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ തെറ്റായ ഒരു വീഡിയോ ഒന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് ഒരു ഫോണിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ എങ്ങനെ ലൈവായി കാണുവാൻ സാധിക്കുമെന്നതാണ്. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നാം. പക്ഷേ ആ ഒരു സംഭവം ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ മനസ്സിലാകും. സോ ഇത് കണ്ട ശേഷം മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുൻപായി ഒരു കാര്യം, ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി ഇതെന്റെ ബ്രദറിന്റെ ഫോണും തൊട്ടിപ്പുറത്തുള്ളത് എന്റെ ഫോണുമാണ് എന്ന് കരുതുക. ഓക്കെ, ഇനി എങ്ങനെ ബ്രദറിന്റെ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും തന്നെ എനിക്ക് എന്റെ ഫോണിൽ കാണുവാൻ കഴിയും എന്ന് നോക്കാം. അതിനായി രണ്ട് ഫോണിലും ഇൻക്വയർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ഓക്കെ, ഇനി ഈ ഒരു ഫോണിൽ ഞാൻ ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കോഡ് ലഭിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്തുള്ള ഫോണിൽ ആക്സസ് എന്ന ഭാഗത്തും ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ ഒരു കോഡ് എൻ്റെ ഫോണിൽ എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. സോ ഞാനത് എൻ്റർ ചെയ്യുകയാണ്. രണ്ട് ഫോണും എത്ര ദൂരത്തിലാണ് ഉള്ളത് എങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി ലൈവായി തന്നെ മറ്റൊരു ഫോണിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ആ കോഡ് പൂർണ്ണമായും എൻ്റർ ചെയ്തു. ഇനി ഈ ആക്സസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കണക്റ്റിംഗ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. മൈക്രോഫോൺ ഇനേബിൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ബ്രദറിൻ്റെ ഫോണിൽ കൂടെ കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ മൈക്ക് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രദറിൻ്റെ ഫോണിൽ പറയുന്ന കാര്യങ്ങളൊക്കെയും തന്നെ എൻ്റെ ഫോണിൽ കൂടിയും കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് രണ്ടാമതും ഓൺ ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ബാർ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഫോണിലും അത് ഇനേബിൾ ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ ഒരു ഫോണിൽ ബ്രദറിൻ്റെ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും തന്നെ അതേപടി എൻ്റെ ഫോണിൽ കാണുവാൻ കഴിയുന്നത്. അതായത് ഇൻക്വയർ എന്ന ആപ്ലിക്കേഷൻ കണക്റ്റ് ആവുന്നതോടുകൂടി മറ്റൊരു ഫോണിലെ സ്ക്രീൻ അതേപടി ലൈവായി തന്നെ നമുക്ക് നമ്മളുടെ ഫോണിൽ കാണുവാൻ കഴിയുന്നതാണ്. ഇത് നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനു വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് പ്രധാനമായും ഒരു ഫോണിൽ അവർക്ക് മറ്റൊരാൾക്ക് ചെയ്യാൻ അറിയാത്ത ഒരു കാര്യം നമുക്ക് അറിയുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും എളുപ്പമായ രീതി ഇത്തരത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. കാരണം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇത്തരത്തിൽ നമ്മളുടെ ഫോണിൽ അവരുടെ സ്ക്രീൻ കണ്ടുകൊണ്ട് തന്നെ ടാപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ എത്ര ദൂരത്തുള്ളവരാണ് എന്നുണ്ടെങ്കിലും, ഉദാഹരണത്തിന് ഗൾഫിലുള്ള ഒരാൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നാട്ടിലുള്ളയാളുടെ ഫോണിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി ലൈവായി തന്നെ കാണുവാൻ കഴിയുന്നതാണ്. എന്തായാലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നതിനായി മുകളിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നും ഈ സ്റ്റോപ്പ് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ കണക്ഷൻ ലോസ്റ്റ് ആവുന്നതായിരിക്കും. പിന്നീട് ചെയ്യുന്നതൊന്നും അവർക്ക് കാണുവാൻ കഴിയുകയില്ല. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നും അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇതുപോലെയുള്ള ടെക് വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.